ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളെ കസിൻ്റെ മാരേജ് ആയിരുന്നു. എത്തിയ ടൈമിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. ബ്രൈഡിനെ സ്റ്റേജിലൊന്നും കയറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഞങ്ങൾ പുറത്തേക്കൊക്കെ പോയപ്പോൾ അവിടെ വെറൈറ്റി ആയിട്ടുള്ള ടീകളും പിന്നെ പോപ്കോണും പഞ്ഞിമിഠായി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പഞ്ഞിമിഠായിൻ്റെ ഒക്കെ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. കുറേ നിന്നിട്ടാണ് കിട്ടിയത്. പോപ്കോൺ പിന്നെ ഞാൻ വല്ലാതെ എടുത്തില്ല. മുട്ടായിൻ്റെ അവിടെ ഇരുന്ന് നിന്നിരുന്നു. ആ ചെക്കനെ കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നിട്ടോ. നിൽക്കാതെ ഇങ്ങനെ കൈ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയല്ലേ. കുട്ടികളാണെങ്കിൽ അവിടെ നിന്ന് പോകണമുണ്ടായില്ല. പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് പിന്നെ ചെക്കൻ്റെ അവിടെ നിന്ന് വന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഹോളിൽ കയറി. പിന്നെ അവരുടെ എൻട്രി ആയിരുന്നു. അവരുടെ ഫാമിലി എന്താ പറയുക, ബ്രൈഡിൻ്റെ ഫാമിലിയൊക്കെ ആയിരുന്നു കേട്ടോ നിന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മാറ്റിച്ചപ്പോൾ നല്ല ലുക്കായിരുന്നു. പിന്നെ ഓരോക്കെ മാറ്റിയുണ്ട്. പിന്നെ ഒറ്റയ്ക്കുള്ളതായിരുന്നു. ആ ടൈമിൽ ഹാള് നല്ല ക്രൗഡായിരുന്നു കേട്ടോ. നല്ല തിരക്കൊക്കെ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ എൻട്രി ഒക്കെ, സ്റ്റേജ് എൻട്രി. പിന്നെ അവരുടെ ഓരോരോ പോസിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ക്യാമറമാർ. ആ ടൈമിൽ ഞങ്ങൾ പിന്നെ കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കുന്നിടത്തൊക്കെ പോയായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോഴേക്കും പെരും തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോസുകളൊക്കെ എടുക്കിയിരുന്നു. അത് കഴിഞ്ഞാണ്ട് ഫോട്ടോസ് ഞങ്ങൾ കരുതിയ പോലെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ ചെക്കന്മാരെയൊക്കെ വിളിച്ചിട്ട് ഓലൊക്കെ ഇതാക്കി. പിന്നെ ഞങ്ങൾ ഫാമിലി ഫോട്ടോസും അങ്ങനെയൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഇതായിരുന്നു ഞങ്ങളെ കസിൻസിൻ്റെ ഔട്ട്ഫിറ്റ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്താ പറയുക, മൂന്നാളുകൾ ഓലെ ബ്രദേഴ്സ് ഇങ്ങനെ കോട്ടും സൂട്ടൊക്കെ ആയിട്ട്, പിന്നെ ചെക്കന്മാർ വൈറ്റ് പാൻറ്റും പിന്നെ കളർഫുള്ളായിട്ടുള്ള ഷർട്ടുകളായിരുന്നു കേട്ടോ. ബ്രൈഡ്സ് പോയിട്ട് ഞങ്ങൾ പിന്നെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു കേട്ടോ. ഇതാണ് ഞങ്ങളെ കുട്ടി ഗേൾസാൾ. പിന്നെ സെക്കൻഡ് ഡേ അവിടെ ആയിരുന്നു കേട്ടോ. റിസപ്ഷനായിട്ട് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ബസ്സിലൊക്കെ പോയിരുന്നു. ഞങ്ങളൊക്കെ കാറിലായിരുന്നു പോയിരുന്നത്. അവിടെ വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒരു എന്താ പറയുക, പൂത്തിരിയും അങ്ങനെ പടക്കങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പല തരത്തിലുള്ളതായിരുന്നു. ആ ടൈമിൽ ഞങ്ങൾ കുട്ടികൾ കരഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ ഹാളിൽ ഇരിക്കുകയായിരുന്നു. അവളുടെ ഔട്ട്ഫിറ്റ് അടിപൊളിയായിരുന്നു. നല്ലൊരു അറബിക്ക് ലുക്കായിരുന്നു കേട്ടോ. അങ്ങനെ കയറിനൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അവളെ ഡ്രസ്സ് നല്ല ഇഷ്ടമായി. പിന്നെ അതിനനുസരിച്ചുള്ള മേക്കപ്പാണ് കേട്ടോ ചെയ്ത് കൊടുത്തത്. നല്ല ഭംഗിയുള്ള മേക്കപ്പ് ആയിരുന്നു. നല്ല ഒരു ഗ്ലാസി ടൈപ്പ് ആയിരുന്നു കേട്ടോ. പിന്നെ സ്റ്റേജിൽ ഡാൻസൊക്കെ കളിക്കായിരുന്നു കേട്ടോ. ആ തിളങ്ങി നിൽക്കുന്ന ഇതാണ് അവളെ ചെറിയ നാത്തൂന്. അവളെ ഫ്രണ്ടും പാടെ കളിക്കായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങി. ഫുഡ് കഴിക്കുന്നിടത്തൊക്കെ നല്ല തിരക്കായിരുന്നു. ഇമ്മീറ്റും ആദ്യം ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇരുന്നത്, കുട്ടീനെ പിടിക്കാണ്ടായതുകൊണ്ട്. ഫുഡ് ബിരിയാണിയും മന്തിയും പിന്നെ നെയ്പത്തലും ദോശയും ചപ്പാത്തിയും പൊറാട്ടയും ചിക്കൻ ഫ്രൈയും കുറുമയൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ പുറത്ത് ഐസ്ക്രീമും ഗുലാബ് ജാമും ജിലേബിയും ടീ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഹാളിലേക്ക് വന്നപ്പോൾ പിന്നെ വീണ്ടും ഫോട്ടോസൊക്കെ എടുക്കിയിരുന്നു കേട്ടോ. അവളെ ഫ്രണ്ട്സുകളാണ്. ഫുള്ളായിട്ടുള്ള സോങ്. എന്നാൽ ചെക്കന്മാരൊക്കെ കളിയാക്കേണ്ടൊക്കെ പാട്ട് പാടിയിരുന്നു. പിന്നെ ഞങ്ങൾ കസിൻസായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ കയറി സ്റ്റേജിലേക്ക്. പിന്നെ അത് കഴിഞ്ഞാണ്ട് കേക്ക് കട്ട് ചെയ്യായിരുന്നു. ഓളെ ഫാമിലിയും ഓൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്താണ്ട് വീട് കാണാൻ പോകാറുണ്ട് അങ്ങനെ നിന്നിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിൽ നല്ല പൂത്തിരിയും പടക്കമൊക്കെ പൊട്ടിച്ചിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും പാടെ പിന്നെ ഒരുമിച്ച് അവളെ വീട്ടിൽ പോയിരുന്നു. അവിടെ കുൽഫിയും പിന്നെ പെപ്സിയും സവനപ്പും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരുക്കിയിട്ട് ഒരു ഐസ്ക്രീം ഐറ്റംസുകളൊക്കെ. പിന്നെ അത് കഴിഞ്ഞാണ്ട് ഞങ്ങളെല്ലാവരും അവനവൻ്റെ വീട്ടിലേക്കായിരുന്നു പോയിരുന്നത്. നല്ല വലിയ ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും സപ്പോർട്ടും ചെയ്യണേ. ഇന്നത്തെ വീഡിയോ അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.